സാർ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഇലക്ഷൻ സ്ട്രാറ്റജി ഒക്കെ നിർണ്ണയിക്കുന്ന അല്ലെ നിർദ്ദേശിക്കുന്നതൊക്കെ കനകോലുമാണ് കേട്ടു. അങ്ങനെയാണെങ്കിൽ അവർക്ക് വെല്ലുവിളിയായിട്ട് ഒരു കിണർകോലു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രചരണമുണ്ട്. അതെന്താ അങ്ങനെ വരുന്നത്? അല്ല, കിണർകോലും കനകോലും രണ്ടാണല്ലോ. കനകോലു ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. കിണർകോലു ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത് നികേഷ് കുമാറിനെയാണ്. കാരണം വിളിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ മുമ്പ് ഒരു കിണർ PR നടത്തിയിരുന്നില്ലേ ഇലക്ഷന് മത്സരിച്ച സമയത്ത് ഷാജിക്കെതിരെ മത്സരിച്ചിട്ട്. അത് അന്ന് തന്നെ പൊളിഞ്ഞ് പാളീസായതാണ്. കോരാവുന്നതാണല്ലോ. ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ ഉണ്ടാവുക. വേണമെങ്കിൽ വഴിക്ക് വീഴുകയൊക്കെ ചെയ്യാമല്ലോ അതിന്റെ. അപ്പോ ഇത് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ VD സതീശന്റെ ഇപ്പോഴത്തെ ഈ പുതുയുഗ യാത്രയിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ CPMന്റെ സൈബർ സംഘം കഴിഞ്ഞ ദിവസം ഇട്ടു. അതായത് ഒരു സ്ത്രീ വൃദ്ധ വന്നിട്ട് സതീശന് പൊന്നാട അണിയിക്കുന്നു. അത് കഴിഞ്ഞൊരു കടലാസ് കൊടുക്കുന്നു. നിവേദനമാണെന്ന് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ ആ കടലാസ് ചുരുട്ടിക്കൂട്ടി സതീശൻ കളയുന്നു. ഇങ്ങനൊരു വീഡിയോ ഈ പുതുയുഗ യാത്രയെ അപമാനിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം CPM സൈബർ സംഘം ഇട്ടു. പക്ഷേ ഹാരിസ് അറബി എന്ന് പറഞ്ഞൊരാള് ഒരു പോസ്റ്റ് ഇട്ടതിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് മുമ്പ് സംഭവിച്ച കാര്യമാണ്. 2025 ഡിസംബർ 3 ആലപ്പുഴയിലോ മറ്റോ നടന്നൊരു പരിപാടിയിൽ സംഭവിച്ചതാണിത്. അതായത് പുറത്തുനിന്ന് ഒരു വേദിയിലുള്ള സതീശന് പുറത്തുള്ളൊരു പ്രവർത്തക ഒരു കുറിപ്പ് കൊടുത്തയച്ചതാണ്. എന്തോ കാര്യം പറയുന്ന കുറിപ്പ്, നിവേദനമൊന്നുമല്ല. അപ്പൊ എന്തോ കാര്യം ചെയ്യണം എന്ന് പറയുന്ന ഒരു കുറിപ്പ്. അത് നമ്മൾ പ്രസംഗിക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ ചില ആളുകള് കുറിപ്പൊക്കെ കൊണ്ടുവന്ന് തരില്ലേ? ചിലപ്പോ പ്രസംഗം ചുരുക്കണം നോക്കിയായിരിക്കും കുറിപ്പ്. നമ്മളത് കണ്ടിട്ട് അത് മാറ്റില്ലേ? അങ്ങനെ ഒരു കുറിപ്പ് ആലപ്പുഴയില് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രവർത്തക ഈ പൊന്നാടി എണിക്കാൻ പോയ വൃദ്ധയുടെ അടുത്ത് കൊടുത്തയച്ചതാണ്. അത് വായിച്ചിട്ട് സതീശൻ കളഞ്ഞു. അന്നത്തെ വീഡിയോ ആണ് ഈ പുതുയുഗ യാത്രയിൽ ഒരു വൃദ്ധയെ സതീശൻ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് CPM സൈബർ സംഘം ഇട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഈ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കിണർഗോലുവിന്റെ PR പരിപാടികൾ. അതില് ഏറ്റവും അവസാനത്തതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പൊന്നാടി എണീച്ച പാവപ്പെട്ട ഉമ്മ നൽകിയ പരാതി വായിച്ചു പോലും നോക്കാതെ കീറിക്കളയുന്ന സതീശൻ എന്ന് പറഞ്ഞാണ് ദുഷ്ടൻ അല്ലെ? എന്ന് ദുഷ്ടൻ, നീചൻ, വഞ്ചകൻ എന്നൊക്കെ പറയില്ലേ നാടകത്തിൽ. ആ റോളില് കൊണ്ട് ഈ സതീശനെ നിർത്താനായിട്ട് ഈ പഴയൊരു വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഉള്ളടക്കം. അപ്പൊ എല്ലാ ദിവസവും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ PR പരിപാടികളിൽ. അത് പൊളിഞ്ഞ് അവസാനം വന്നപ്പോഴാണ് നികേഷ് കുമാറിന് കിണർഗോലു എന്ന് പറഞ്ഞ പേര് വീണിരിക്കുന്നത്. കനകോലു കോൺഗ്രസിന്, കിണർഗോലു CPMന് എന്നുള്ള അർത്ഥത്തില്. നമ്മളിപ്പോ പല പരാജയങ്ങൾ കണ്ടല്ലോ. ഈ മറ്റേ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോ ഈ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് MA ബേബി കഴുകി വെക്കുന്നതൊക്കെ കണ്ടിരുന്നു. പിന്നെ ഈ ദേശീയ സെക്രട്ടറി ചെയ്യുമ്പോൾ പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി വരെ ഉള്ളവരും ചെയ്യണമല്ലോ. ഓരോ വീട്ടിലും ചെന്നിട്ട് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി ചെയ്യുന്നത്. സത്യത്തിൽ ഇതൊക്കെ PR വർക്കാണെന്ന് സാധാരണ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ലേ? എന്തിനാണ് പിന്നെ ഈ അപഹാസ്യരായിട്ട് CPMകാർ തന്നെ മാറുന്നത്? അതെന്താന്ന് വെച്ചാൽ കനകോലു ഒരു പ്രൊഫഷണലാണ്, എഞ്ചിനീയറാണ്. അദ്ദേഹം മറ്റേ പ്രശാന്ത് കിഷോറിന്റെ ടീമിലുണ്ടായിരുന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ടീമിലുണ്ടായി ആ സംഭവം പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചൊരു പ്രൊഫഷനാണ് കനകോലു, കർണാടകയിലെ ബെല്ലാരിക്കാരൻ. ഇപ്പോൾ അത് കഴിഞ്ഞ് പ്രശാന്ത് കിഷോറിനെ കോൺഗ്രസിൽ ചേരാനായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രശാന്ത് കിഷോർ കോൺഗ്രസിൽ ചേർന്നില്ല. പകരം സ്വന്തമായിട്ട് ജൻ സുരാജ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി പൊളിഞ്ഞു പോവാണല്ലോ. ഇലക്ഷന് മത്സരിച്ചു, ഒന്നും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, പൊളിഞ്ഞു. അങ്ങേർക്ക് അറിയാവുന്ന സംഗതി സർവേ നടത്തുക, ഇത് അനലൈസ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാവുന്നത്. ഇത് നേരത്തെ യോഗേന്ദ്ര യാദവ് ഈ ആപ്പിന്റെ ഭാഗമായതാണല്ലോ, ആപ്പ് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ യോഗേന്ദ്ര യാദവ് നേരത്തെ ഇതുപോലെയൊക്കെ സർവേ നടത്തുന്ന ആളായിരുന്നു. ഇതിന്റെ ആപ്പിൽ ചേർന്നപ്പോൾ പിന്നെ മറ്റേ കെജ്രിവാൾ
യോഗേന്ദ്ര യാദവും തമ്മിൽ തെറ്റുകയാണല്ലോ ചെയ്തത്. യോഗേന്ദ്ര യാദവ് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പഴയ ജോലിയും പിന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായി തോറ്റുപോയി. ഈ സർവേ നടത്തി ഞാൻ നിന്നാലും ജയിക്കുന്നുള്ള തോന്നല് മറ്റേ പ്രശാന്ത് കിഷോറിന് ഉണ്ടായതിൻ്റെ പ്രശ്നമാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കനകോലു കോൺഗ്രസിൽ അംഗമായി അവർക്ക് വേണ്ടി ഇപ്പോൾ ഇലക്ഷൻ കാരണം കേരളത്തിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. കേരളം തീർച്ചയായിട്ടും ജയിക്കേണ്ട ഒരു സ്ഥലമാണെന്നുള്ള തോന്നൽ കൊണ്ട് അങ്ങനെയാണ് ഈ വയനാട്ടിലെ ശിബിരം ഒക്കെ നടന്നത്. ഇപ്പൊ സർവേ നടക്കുന്നുണ്ട്, സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്. സ്ക്രീനിങ് കമ്മിറ്റി ഓരോ മണ്ഡലത്തിലേക്ക് 3 പേരെ നോക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് നേരത്തെ പട്ടികയൊക്കെ വന്നു എന്ന് വരാം. കനകൂലമൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു പ്രചാരണം ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഈ പ്രചാരണ തന്ത്രങ്ങൾ. ടെലിവിഷനിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്, നേരത്തെ ഏഷ്യനെറ്റിൽ ജോലി ചെയ്തിരുന്ന ആളല്ലേ, ആ സമയത്തൊക്കെ വളരെ ഭേദമായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് സ്വന്തമായി ചാനലൊക്കെ തുടങ്ങിയിട്ടാണ് ഈ കേസും കൂട്ടവും പല കാര്യങ്ങളും. അപ്പോൾ ഹാരിസ് അറബി എഴുതിയ ഈ കിണർകോലു എന്നെഴുതിയ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, 2022 ഇടുക്കിയിലെ ഒരാൾ ഇടി കൊടുത്തതിന്റെ ബലമായിരിക്കും ഇപ്പോൾ കിണർകോലുവിന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അത് തൊടുപുഴയിലെ ഒരു ഷെയർ ഹോൾഡർ അല്ലേ, വിദ്യാഭ്യാസത്തിനെതിരെ കേസ് കൊടുത്തൊരു റിപ്പോർട്ടറിലാണ് അല്ലേ. അപ്പൊ ആ പ്രശ്നമാണ് ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്ന് വേണം. ഇതിപ്പോ അത് കഴിഞ്ഞ കപ്പിന്റെ അല്ലേ, ചായക്കപ്പില് എഴുതി വെച്ചു. അല്ല സാർ, ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ കേട്ടത് ഇപ്പൊ AKG സെന്ററിൽ നിന്ന് ഒരു സൈബർ വിങ് വരുന്നു. ഈ സൈബർ വിങ്ങിന് നികേഷ് കുമാർ നേതൃത്വം നൽകുന്നു. CPM-ലെ ഉന്നതമായ പദവി വഹിക്കുന്ന ചില ആളുകളുടെ പിന്തുണ എന്ന് വെച്ചാൽ MP ഗോവിന്ദൻ എന്ന് പറയുന്ന സെക്രട്ടറിയുടെ പിന്തുണ നികേഷ് കുമാറുണ്ട്. അതുകൊണ്ട് തന്നെ ദേശാഭിമാനിയിലെ മുതിർന്ന പത്രപ്രവർത്തകരായിരുന്നവരെ അവോയ്ഡ് ചെയ്യുന്നു. അവർ പുറത്തേക്ക് പോകുന്നു. പക്ഷെ അവർ ഞങ്ങൾ പുറത്തേക്ക് പോയില്ല എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട്. എല്ലാവരും പറഞ്ഞില്ല. KV സുധാകരൻ അതിന്റെ അകത്ത് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. മോഹൻദാസും സുഭാഷും ഞങ്ങൾ ഇല്ല, ഇത് സാധാരണ മാധ്യമങ്ങൾക്ക് പറ്റുന്ന പോലെ തെറ്റായ വാർത്തയാണെന്നൊക്കെ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസം പൊട്ടിത്തെറി ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ അത് പുറത്തേക്ക് വന്നത്. അത് ഒരുപക്ഷെ പാർട്ടി നേതൃത്വം പറഞ്ഞുകൊണ്ടായിരിക്കില്ല. പാർട്ടി നേതൃത്വം പിന്നീട് പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ തൽക്കാലം തുടരണം, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വേറെ സ്ഥലത്ത് അവരോധിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു രഞ്ജിപ്പ് സംസാരിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്, ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമല്ലേ, CPM മുന്നോട്ട് വെക്കുന്ന ഓരോ പ്ലാനും പൊട്ടിത്തകർന്ന് പൊളിഞ്ഞു പോവുകയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക്. അത് ഇതൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്. അത് പ്രൊഫഷണലുകൾ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇതിപ്പോ നമ്മളെ ഏൽപ്പിച്ചാൽ ഇത് ശരിയാകണം എന്നില്ല. നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ മാധ്യമരംഗത്തൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ പരസ്യം അത് വേറൊരു കലയും ഫീൽഡുമാണ്. അതിൻ്റെതായ ടാഗ് ലൈനുകളൊക്കെ ഇല്ലേ. അതെ, ആളുകളെ പിടിച്ചു കൊണ്ടുവരണം അല്ലേ. അതെ, 1 സെക്കൻഡ് 2 മിനിറ്റ് കൊണ്ടൊക്കെ. അല്ലാതെ ഇരുണ്ട കാലം എന്ന് പറഞ്ഞിട്ട് മകനെ തിരിച്ചു വരില്ലേന്നോ മറ്റോ പറഞ്ഞിട്ട് കോൺഗ്രസിലെ കുറെ ആളുകളുടെ പടം കൊടുത്തിട്ട് ഇങ്ങനെ കണ്ടവരുണ്ടോന്ന്, ഇതൊന്നും അല്ലല്ലോ. ഈ ചെറിയ മുദ്രാവാക്യങ്ങൾ ഹൃദയത്തിൽ തറച്ച് കയറണം. പണ്ട് ഡൽഹിയിൽ വെച്ചിട്ട് എന്നോട് ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞു കൊടുത്തതാണ് VP സിംഗിനെ ഈ രാജീവ് ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യം. ബൊഫോഴ്സും ഒക്കെ വന്നതിന്റെ തൊട്ട് പിന്നാലെ മുദ്രാവാക്യം ഒറ്റ വരി മതി, രാജീവ് ഗാന്ധി ചോർ ഹെ, കള്ളനാണെന്ന് ഒറ്റ വരി മാത്രം. രാജീവ് ഗാന്ധി ചോർ ഹെ അങ്ങനെ നാട്ടുകാർക്ക് മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ പോലെ. നേരത്തെ ഈ കാവൽക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് മോദിയെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോ അതൊരു മുദ്രാവാക്യമൊക്കെ ആയിട്ട് മാറ്റിയില്ലേ. അതെ, ഇത്തരത്തിലുള്ള ചെറിയ വാക്കുകളുടെ വാചകങ്ങളുടെ ജനമനസ്സിൽ ഇടം പിടിക്കണമെങ്കിൽ അതിനൊരു പ്രൊഫഷണൽ സമീപനം വേണം. അതല്ല ഞങ്ങൾക്ക് ഇതെല്ലാം പറ്റുമെന്നുള്ള രീതിയിൽ നടത്തുന്നു. അത് CPM-ന്റെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നു. പക്ഷെ പൊളിഞ്ഞു വീഴുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പൊളിഞ്ഞു വീഴുന്നു, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മുമ്പിൽ പൊളിഞ്ഞു വീഴുന്നു. ആരെയൊക്കെ ഉപയോഗപ്പെടുത്താമോ അതെല്ലാം പൊളിഞ്ഞു വീഴല്ലേ. ഈ നികേഷിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നികേഷിന്റെ ടെലിവിഷനിൽ തന്നെ നടത്തിയിരുന്ന ഒരുതരം നരേറ്റീവ് ഇല്ലേ. ഇപ്പൊ ദിലീപിനെതിരെ മാത്രം ഇങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടത്തിൽ വ്യാജ ആഖ്യാനങ്ങളും കൂടിയൊക്കെ വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തിപ്പോ
വ്യാജ ആഖ്യാനങ്ങളുടെ പെരുമഴയില്ലേ കാണുന്നത്. അതെ. ഈ പൊട്ടിപ്പോവാണല്ലോ. ആ. ഇപ്പൊ മൊയ്തിക്ക എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുപോയി 2000 രൂപ കൊടുക്കുന്നത്. ഇതൊക്കെ തട്ടിത്തടഞ്ഞ് വീഴുകയാണല്ലോ. ഇപ്പൊ ഡിജിറ്റൽ യുഗമല്ലേ, സെക്കൻഡ് കൊണ്ട് വീഴുന്നു. വ്യാജ ആഖ്യാനങ്ങൾ കൊണ്ട്, പച്ചക്കള്ളങ്ങൾ കൊണ്ട് പലതും പണ്ട് ഗീബൽസിയൻ നുണകൾ കൊണ്ട് പലതും കെട്ടിപ്പൊക്കിയിട്ടുണ്ട് CPM പണ്ട്. യാഥാർത്ഥ്യ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു കാലത്ത് ഈ നുണകൾ മുഴുവൻ അണികൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഡിജിറ്റൽ യുഗം അല്ലായിരുന്നു, സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. ഇവരിപ്പോഴും കഴിഞ്ഞ ദിവസം VS അനിൽകുമാർ റീത്തുകൊണ്ട വെച്ചില്ലേ അദ്ദേഹത്തിന്റെ, അദ്ദേഹം പറഞ്ഞില്ലേ പുരോഗമനം ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. അതാണ് ഇവരിപ്പോഴും പഴയ കാലത്ത് മറ്റേ അച്ചു നിരത്തുന്ന യുഗമില്ലേ, അതിലാണ് ഇപ്പോഴും ഈ കിണർകോല് നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.